നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ഒരു ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേണേൽ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെച്ച് ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റിയെടുക്കാമെന്ന് പറയാം. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സ്പെഷ്യൽ റൈസ്. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ്, കുക്ക്ഡ് റൈസാണ്, ഞാനിത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിട്ട് കൊടുത്തു. ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. പിന്നെ വേണ്ടത് മിക്സഡ് ഹെർബ്സ് ആണ്. അപ്പോൾ അതും ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്, അതായത് മിക്സഡ് ഹെർബ്സിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ ഹെർബ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിക്സഡ് ഹെർബ്സോ ഒറിഗാനോ ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ നമുക്ക് സാലഡ്സിലും ഇതുപോലെ റൈസ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.